വീട്ടിലെ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലായിരുന്നു പലരുടെയും മനസ്സിലിരിപ്പൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തനിക്ക് രണ്ടുപേരോട് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അനീഷ് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ച് ആദ്യം പറയാം. ബിഗ് ബോസിന്റെ വിന്നറായി നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രസ് മീറ്റിംഗ് നടത്തുകയാണ്. അതിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക, എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും കുടുംബാംഗങ്ങൾക്ക് ചോദിക്കാം. ഒരാൾ വന്ന് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നിട്ട് പറയണം വിന്നറായി കഴിഞ്ഞു എന്നുള്ളൊരു ഇമാജിനേഷനോട് കൂടി തന്നെയാണ് സംസാരിക്കേണ്ടത്. മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. അങ്ങനെ അനീഷാണ് ആദ്യം വന്നത്. തുടക്കം അങ്ങനെയാണല്ലോ മോർണിംഗ് ആക്ടിവിറ്റികൾ. മോർണിംഗ് ആക്ടിവിറ്റി അല്ല, എന്ത് ഇതാണെങ്കിൽ ടാസ്ക് ആണെങ്കിലും തുടക്കം വരുന്നത് അനീഷാണ്. ഇന്നും അനീഷ് തന്നെയാണ് വന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യമൊക്കെ ചോദിച്ചു. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ തുടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഒന്ന് ഫണ്ണാക്കൂ. അപ്പോൾ ഇത് അടിപൊളി ചോദ്യമായിട്ട് അനുമോൾ എത്തിയിരിക്കുകയാണ്. അനുമോളുടെ ഈ ഒരു ചോദ്യം കുടുംബാംഗങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ആൻസറുമായിട്ടാണ് അനീഷും. ചോദ്യം ഇതായിരുന്നു, ബിഗ് ബോസ് വീടിനകത്ത് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന്. അനീഷ് ആദ്യം കരുതിയത് പുറത്താണെന്ന്. പിന്നീടാണ് അനു പറയുന്നത് അല്ല വീടിനകത്ത് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ. അപ്പോൾ അനീഷ് പറയാ തോന്നിയിട്ടുണ്ടെന്ന്, രണ്ടുപേരോട്, ഒരാളോടല്ല രണ്ടുപേരോട് തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ആരൊക്കെയാ? ആദ്യം ജിസേലിനോടാണ് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ആരിനാണെങ്കിൽ കുപ്പിയൊക്കെ എടുത്ത് അടിക്കാനൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. രണ്ടാം മുമ്പിൽ പോരാമോ എന്നൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു മനസ്സിലൊരു കുളിർമ തോന്നിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അനുമോളെക്കുറിച്ച് പറയാണ്. അനുമോളാണ് പലപ്പോഴും മേക്കപ്പ് ഇട്ട് തരാറ്. അനീഷിന് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പലപ്പോഴും അനുമോൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അനുമോളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു കുളിർമ തോന്നാറുണ്ട്. അതിന് പ്രണയമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തോ ഒരു തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ആർദ്രത, കുളിർമ, പിന്നെ മലയാളത്തിൽ എന്തൊക്കെയോ ഒരു സാഹിത്യപരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കാനും കൈയടിക്കാനൊക്കെ തുടങ്ങി. ക്രഷ് തോന്നിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കാല്ല, അപ്പോൾ ചെറിയൊരു ക്രഷൊക്കെ തോന്നും. അതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല, അതിന് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല, ക്രഷല്ലേ. അനുമോളോടുള്ള അനീഷിന്റെ ക്രഷ് തുറന്നു പറഞ്ഞുകൊണ്ട് അനീഷ് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഗംഭീര ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. ഇനി ആരുടെയൊക്കെ എന്തൊക്കെ മനസ്സിലിപ്പോഴാണ് വരാൻ പോകുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.